ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദീപ്തി പറയാണ് വേദയ്ക്ക് ഭാഗം കൊടുത്ത് പറഞ്ഞയക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രീകാന്തിന് ദേഷ്യം വരികയാണ്. മതി ദീപ്തി, നിർത്ത്. നീയല്ല വേദയ്ക്ക് ഭാഗം കൊടുക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞങ്ങളാണ്. അപ്പോൾ ദീപ്തി പറഞ്ഞു, ഞങ്ങളോ? നമ്മളെന്ന് പറയട്ടോ. അപ്പോൾ ശ്രീകാന്തല്ല ശങ്കരനാരൻ പറയുന്നുണ്ട്, ദീപ്തി മതി, ഇനി നിർത്ത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛാ അതെ, ഇവളും ആരെയോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവളെ പോലെ വല്ല തെണ്ടുകളെ കണ്ടുവച്ചിട്ടുണ്ടോ നീ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദീപ്തി പറയുന്നത്, എന്തൊക്കെ ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിക്രം ചേട്ടനോടും വേദ ചേച്ചിനോടും ഉള്ള ദേഷ്യം കാരണം ചേട്ടൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ശ്രീകാന്തൻ നീ പറയുന്നത്? അതുപോലെ തന്നെ ശങ്കരനാരായണൻ പറയും, നീ ഒന്നും മിണ്ടാതിരുന്നേ, നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അല്ലച്ചാ, അവൾ എപ്പോഴും അവരെ ന്യായീകരിച്ച് സംസാരിക്കല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ പത്മം പറയുന്നുണ്ട്, അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. നീ ആദ്യം വേദന കുറ്റപ്പെടുത്തല്ലേ ചെയ്തിരുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അത് ശരിയാണ്, അന്ന് എനിക്ക് പക്വത ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, വേദന കൂട്ടിക്കൊണ്ടുവരാൻ നീ ഒരു ദിവസം അമ്മയുടെ കൂടെ പോയില്ലേ? അതാണ് ശരി, ഞാൻ പറഞ്ഞത് അന്ന് എനിക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇന്നിപ്പോൾ ചേച്ചിയുടെ ജീവിതം തിരഞ്ഞെടുത്തു, അവർ ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചേച്ചീനല്ല വിക്രം ചേട്ടനെ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. വിക്രം ചേട്ടൻ മലയ്ക്ക് പോകാൻ മാറിയിട്ടിട്ടുണ്ടമ്മേ, ചേച്ചി നിർബന്ധിച്ചിട്ടാണ് അത് ചെയ്തതെന്ന് എന്നോട് പറയുകയും ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് കേസൊക്കെ എടുത്ത് വാദിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം എന്നോട് വിക്രം ചേട്ടൻ പറഞ്ഞു എന്നൊക്കെ പറയാനിട്ടത് കേൾക്കുമ്പോൾ ശങ്കരനാരായണനും അതുപോലെ പത്മത്തിനൊക്കെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ വേദന ജീവിതം നന്നായി തുടങ്ങി എന്നാണ് തോന്നുന്നതെന്നൊക്കെ പത്മം പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതെ, അവളുടെ ജീവിതം നന്നായി തുടങ്ങിയെന്നൊന്നും നീ വിചാരിക്കേണ്ട. എന്തായാലും മാലിട്ടെന്ന് വിചാരിച്ചിട്ട് അവൻ നന്നാവാനൊന്നും പോകുന്നില്ല എന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് കേസുകളൊക്കെ നടത്തി തുടങ്ങിയല്ലോ, അത് പ്രകാരമല്ലേ നമ്മുടെ ഫാക്ടറിയിലേക്ക് അവൾ വന്നതെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതങ്ങനെ അത് പ്രകാരമൊന്നും വന്നതല്ല, അവള് ആ സമരം നശിപ്പിക്കാനായിട്ട് വന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേദന കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയും, ആ സമരം ഇല്ലാതാക്കാനും ആ സമരത്തിലേക്ക് ആൾക്കാരെ ഗുണ്ടകളെ കയറ്റി വിട്ട് ആ സമരത്തിലേക്ക് രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ആൾക്കാർക്ക് അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ നീയല്ലടാ എന്ന് ചോദിക്കാറുണ്ട് ശ്രീകാന്തിനോട്. അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനുണ്ടോ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീ ആ സമരത്തിലേക്ക് ഗുണ്ടകളെ കയറ്റി വിട്ടില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഇടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണേ. അപ്പോൾ അവൾ വന്നത് മനഃപൂർവ്വം തന്നെയാണ് അച്ഛാ, അവനും അവളും കൂടെ ഉള്ള ഗൂഢാലോചനയാണത് എന്ന് പറയും. അവൻ തമ്മിലുള്ള ഗൂഢാലോചനയൊന്നും ഇല്ല അത്. അവള് അപ്പോൾ പത്മം പറയുന്നുണ്ട്, അതെ, നമ്മളോട് എപ്പോഴും അവൾക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ആ കമ്പനിയിൽ അങ്ങനെ ഒരു സമരം വന്നപ്പോൾ അവൾ അത് ഒത്തുതീർപ്പാക്കാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്തായാലും നീ തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ തെറ്റാണ് ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുകയാണേ. അപ്പോൾ പത്മൻ ചോദിക്കുന്നത്, എന്നാലും ആ കറക്റ്റ് സമയത്ത് വേദ അവിടേക്ക് വന്നത് ആര് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ശങ്കരേട്ടാന്ന് പറയുമ്പോൾ ശങ്കരനൊന്നും പറയുന്നില്ല കേട്ടോ, എനിക്കറിയില്ല എന്ന് മാത്രം പറയുള്ളൂ. അത് കഴിഞ്ഞ് രാത്രി ശങ്കരനാരായണൻ കഴിഞ്ഞു പോയൊരു സംഭവം ആലോചിക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മം വന്നിട്ട് ഗ്യാസ് ശരിയാക്കാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ശങ്കരനാരായണൻ അതേ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ ഫോൺ അവിടെ ഉണ്ടാവും. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുക്കുന്നത് ശങ്കരനാരായണനാണ്. അപ്പോൾ സാറ് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സമരത്തിനിടയ്ക്ക് ആൾക്കാരെ ഗുണ്ടകളെ കയറ്റാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനുള്ള ആളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സംഭവം പൊളിക്കണം കേട്ടോ, പോലീസുകാരെ കറക്റ്റ് സമയത്ത് എത്തിക്കണം എന്നൊക്കെ പറയുന്നത് ശങ്കരനാരായണൻ കേൾക്കണേ. അങ്ങനെ ആ കോള് ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫോൺ അവിടെ തന്നെ ഒന്നും അറിയാത്തതുപോലെ വെക്കും. അതിനുശേഷം വേദന വിളിക്കുകയാണ്. വേദനയോട് പറയാണ്, ഇന്ന് തന്നെ എനിക്ക് നിന്നെ കാണണം, അത്യാവശ്യമാണ് എന്ന് പറയും. അങ്ങനെ പുറത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് അച്ഛനും മോളും കൂടെ കണ്ടുമുട്ടാണേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ശങ്കരനാരായണൻ വേദന നോക്കി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും മുഖാമുഖം കുറച്ച് സമയം നോക്കി നിന്നിട്ട് ശങ്കരനാരായണൻ ചോദിക്കും, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ, സുഖമാണ് അച്ഛാ. അച്ഛന് സുഖമാണോ? സുഖമാണോ എന്ന് പറയും. അങ്ങനെ പറയും, നിൻ്റെ ജീവിതം നീ തിരഞ്ഞെടുത്തു, അതിലെനിക്കിനി ഒന്നും ചെയ്യാനില്ല, അതിൽ ഞാൻ ഇടപെടുന്നുമില്ല, പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവ്, അതായത് ശ്രീനിവാസൻ്റെ പാർട്ടിക്കാർ നമ്മുടെ ഫാക്ടറിയിൽ സമരം നടത്തുന്നത് നിനക്കറിയാലോ. അത് ഞാനായിട്ടോ ശ്രീകാന്തായിട്ടൊന്നും തുടങ്ങി വെച്ച കമ്പനിയല്ല, നിൻ്റെ അച്ചാച്ചനായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അതിൽ നിനക്കും ഉണ്ട് അവകാശം. പക്ഷേ ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നാളത്തെ സമരത്തിനിടയിലേക്ക് ഗുണ്ടകളെ കയറ്റി വിടാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്.
എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദമൊന്നും ഞെട്ടു കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, അതെ അങ്ങനെ ഗുണ്ടകളെ കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ പോലീസിനെ ആക്രമിക്കുകയും അതുപോലെ സമരത്തിലുള്ള ആൾക്കാരെ ആക്രമിക്കുകയും ചെയ്യും, അവർക്ക് അപകടം പറ്റും. പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിനക്കറിയാലോ. മാത്രമല്ല നിന്റെ ഭർത്താവിനും ചിലപ്പോൾ അപകടം പറ്റാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കും എന്ന് പറയുമ്പോൾ വേദ ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ശ്രീകാര്യ ശ്രീനിവാസന് അയാൾക്കൊരു താപ്പായി മാറും. കാരണം അയാൾ പിന്നെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും, പാർട്ടിക്കാർക്ക് സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഫാക്ടറി മാനേജ്മെൻറ്റിന് ആ കാര്യങ്ങളൊക്കെ തൊഴിലാളികളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ടി വരും. പിന്നീട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടുണ്ടാവില്ല, പിന്നെ പാർട്ടിക്കാരായിരിക്കും സ്ഥാപനത്തിൽ നിരങ്ങാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണെ. എന്തായാലും ഞാനാണിത് പറഞ്ഞത്, നീ ആരോടും പറയരുത്, പ്രത്യേകിച്ച് നിൻ്റെ ഭർത്താവിനോടെന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ നടന്നൊരു സംഭവം ആലോചിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് വേദം എത്തിയത് ശങ്കരനാരായണനെ അറിയിച്ചിട്ടാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഫോട്ടോ ഒക്കെ കത്തിച്ച് വെച്ച്, അയ്യപ്പസ്വാമിയുടെ ഫോട്ടോത്തിൻ്റെ അടുത്ത് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ വിക്രം ശരണം വിളിക്കാൻ കേട്ടോ. വേദ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കുമ്പോൾ വേദയ്ക്ക് സന്തോഷമാവണത് കാണുമ്പോൾ, ആഹാ നല്ല കുട്ടിയായല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, അല്ല എന്തായാലും കത്തിപ്പോയൊരു മുറിയാണല്ലോ, അപ്പോൾ കരിഞ്ഞ മണമുണ്ട്, അപ്പോൾ അതൊന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചതെന്ന് പറയും കേട്ടോ. ഇതൊന്ന് നന്നാക്കി കൂടെ എന്ന് പറയാൻ കേട്ടോ. നന്നാക്കാൻ ഞാനല്ലല്ലോ സമ്മതിക്കാത്തത്, അച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണേ. അച്ഛനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. വേണ്ട, ഇതെല്ലാ ദിവസവും അച്ഛൻ കാണുന്നതാണല്ലോ ഈ മുറി, അച്ഛൻ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ശരിയാക്കിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അച്ഛനും മോനും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഒരു കാലത്ത് തീരൂലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് ചില മനുഷ്യരങ്ങനെയാണ്, അച്ഛൻ്റെ മനസ്സിനായിട്ട് മുറിവ് അത്ര വലുതാണ്, ആ മുറിവ് ഉണങ്ങാൻ ചിലപ്പോൾ താമസം ഉണ്ടാവും, ചിലപ്പോൾ ഉണങ്ങിരാന്നും വരും എന്ന് പറയാൻ കേട്ടോ. അത് എൻ്റെ അച്ഛൻ്റെ മാത്രമല്ല, നിൻ്റെ അച്ഛൻ്റെ മനസ്സിലെ വേദനയും ഒരു കാലത്തും മാറില്ല എന്ന് പറയാനേ. അത് ശരിയാണ്, പക്ഷേ അവരതുമായിട്ട് പൊരുത്തപ്പെടും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് പക്വതയുള്ളതാ കൊണ്ടാണെന്ന് പറയും വിക്രം പറയും. അപ്പോൾ മാഷായിട്ടുള്ള സുധാകരൻ മാഷിന് പക്വത ഇല്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഏറ്റ മുറിവ് അത്രയും വലുതല്ലേ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛനോട് അത് തുറന്നു പറഞ്ഞൂടെ, ഞാനല്ല ആ തെറ്റ് ചെയ്തത് വിനായകൻ ചേട്ടനാണെന്ന്. അപ്പം അത് കേൾക്കുമ്പോൾ വിക്രം ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. വേദ നീ 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 എന്താ ഈ പറയുന്നത്, അങ്ങനെ ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം തെറ്റുകാരനല്ലാന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ്, നീ എന്തിനാണ് ഇതിൻ്റെ പിന്നിൽ കൂടെ ഒക്കെ പോകുന്നത്, എൻ്റെ ഭർത്താവ് കുറ്റക്കാരനല്ലാന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയല്ലേ, അതുകൊണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയാണ്, ഞാൻ ഈ കേസിൻ്റെ പിന്നിൽ കൂടെ പോയതേ ചക്രപാണി സാറിൻ്റെ ഓഫീസിൽ ചെന്നതിന് ശേഷമാണ്. അവിടെ ചെന്നിട്ട് സാറിനോട് ഈ കേസൊക്കെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുന്നു. ഞാനങ്ങനെ പരിശോധന നടത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്തായാലും അന്നത്തെ കേസിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി. സുധാകരൻ മാഷ് പഠിപ്പിക്കുന്ന സ്കൂളിൽ ഹെഡ് മാസ്റ്ററെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്കൂളിൽ അങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ തന്നെ കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ആ സ്കൂളിലുള്ള കുട്ടികളൊന്നുമല്ല അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കൂട്ടത്തിൽ എനിക്ക് ദർശൻ അന്ന് കേസ് അന്വേഷിച്ചൊരു പോലീസുകാരൻ്റെ ഡീറ്റെയിൽസും കൂടെ തന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ട് സംസാരിച്ചു. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്നല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. പക്ഷേ അത് തെളിയിക്കാനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രം. ഇതൊക്കെ വിനായകൻ ചേട്ടൻ എന്നോട് സമ്മതിച്ച കാര്യമാണ് എന്ന് പറയും. വിനായകൻ ചേട്ടനോ? ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വിനായകൻ ചേട്ടൻ അത് സമ്മതിക്കാതെ ഇരിക്കാൻ നിവർത്തിയില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ വിക്രം പറയും, വേദ ദയവ് ചെയ്തു നീ ഇതിൻ്റെ പിന്നിൽ കൂടെ പോകരുത്, അതൊക്കെ സംഭവിച്ചു പോയി, ഞാൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു, ഇനി അതിനെക്കുറിച്ച് എന്തിനാണ് അന്വേഷിക്കുന്നത്, ഇനി അതിൻ്റെ ആവശ്യമില്ല വേദ, പ്ലീസ് നീ അത് ചെയ്യരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എനിക്ക് വിക്രം കുറ്റക്കാരനില്ലാന്ന് തെളിയിക്കേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഈ വീട്ടിൻ്റെ സമാധാനം നഷ്ടപ്പെടും, പരസ്പരമുള്ള സ്നേഹം ഇല്ലാതാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒരാൾ മാത്രം ഇങ്ങനെ വേദനിച്ച് കഴിയുന്നത് നല്ലതല്ലല്ലോ എന്ന് പറയണേ. മാത്രമല്ല അന്ന് സുധാകരൻ മാഷ് കേസ് കൊടുത്തപ്പോൾ കുറച്ച് പിള്ളേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വിക്രത്തിൻ്റെ കോളേജിലെ. ആ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ശ്രീകാര്യത്തുള്ള ഒരു ശ്രീകുമാർ. ആ ആൾ ആരാണെന്ന് വിക്രത്തിന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയാം കേട്ടോ. എന്നാൽ ഞാൻ പറയാം, ശ്രീകാര്യത്തുള്ള ശ്രീകുമാർ എന്ന് പറഞ്ഞ ആണ് ഈ ഒരു ചതി ചെയ്തത്. അതായത് വിനായകൻ ചേട്ടൻ്റെ കയ്യിൽ ഒരു മയക്കുമരുന്ന് കൊടുത്ത് അച്ഛൻ്റെ ബാഗിൽ വെച്ചത് ഈ ശ്രീകുമാറാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം അത് അറിഞ്ഞിട്ടില്ല.
എന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു വേറൊരു കാര്യം കൂടെ പറയാം. ഈ ശ്രീകുമാർ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇല്ല അതെ, അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗോഡ് ഫാദർ ഉണ്ടല്ലോ, ശ്രീകാര്യ ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനാണ് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്നതോട് കൂടിയിട്ട് വിക്രം ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തോടു കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.